ഞാൻ ഇന്നലെ ശാന്തമായി കിടക്കുമ്പോൾ ഓർമ്മകൾ നമുക്ക് ചില മാത്രയിൽ ഓർമ്മകൾ ഇങ്ങനെ തളം കെട്ടി വന്നുകൊണ്ടേയിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ അനുഭവ നിമിഷങ്ങൾ വരുമ്പോൾ ഒരു വ്യക്തി അനുഭവിച്ച നിമിഷത്തെക്കുറിച്ചോർത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും അനുഭവത്തെ നമ്മൾ ഓർക്കാറ് അല്ലേ. അതുപോലെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ശാന്തമായി കിടക്കുമ്പോൾ ഓർമ്മകളിലേക്ക് നാഗ പറയുന്ന ചില വാക്കുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഞാൻ നാഗ എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ നാഗ എന്ന് പറഞ്ഞു. വോയിസ് ഇട്ടില്ല, ടൈപ്പായിരുന്നു. അപ്പം നാഗ കുറച്ച് കഴിഞ്ഞ് എനിക്ക് പറയൂ എന്ന് പറഞ്ഞു. ഞാൻ നാഗയോട് പറഞ്ഞു, യഥാർത്ഥമായ സത്യത്തെ നമ്മൾ കാണുമ്പോൾ, സത്യം സത്യം പോലെ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു. അതിപ്പോൾ എനിക്ക് ഓർമ്മയിലില്ല. നാഗയെ ഓർത്തുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലവ് ചിഹ്നമൊക്കെ ഇട്ടു. പിന്നെ ഞാൻ നാഗയുടെ നല്ല പുഞ്ചിരിക്കുന്ന ഫോട്ടോ എനിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു. അത് കഴിഞ്ഞ് അതിന് മുൻപ് എനിക്ക് അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് 94 രൂപ നാഗ അയച്ചു തന്നു. ഞാനൊരു പുഞ്ചിരി കൊടുത്തു, നാഗയും എനിക്കൊരു പുഞ്ചിരി തന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം. കൂടുതൽ ഞങ്ങൾ സംസാരിക്കാറില്ല. ഓർമ്മയിൽ തളം കെട്ടിക്കിടക്കുന്ന ഇങ്ങനെ ഓർമ്മയിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രവൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിൽ ലയിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തിയും നമ്മൾ മാത്രമായി കാണും. ചിലപ്പോൾ ശാന്തമായി കിടക്കുമ്പോൾ ഓർമ്മകളിലെ നല്ലതുമായ മോശമായ അനുഭവങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഓർമ്മകളിൽ ഇങ്ങനെ വരും. നല്ലതിനെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ട് അല്ലേ. മോശമായതിനെ നമ്മളൊന്നെങ്കിൽ വിട്ട് നിൽക്കും, അല്ലെങ്കിൽ അതിനെ പറ്റി ഓർത്ത് ചില മാത്രയിൽ നമ്മുടെ മനസ്സെപ്പോഴും ആ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ തനിയെ ദേഷ്യമൊക്കെ വരാറുണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന അനുഭവത്തെ. പിന്നെ നാഗ പറയാറുണ്ട്, നാഗ പറയുന്ന വാക്കുകൾ ഞാൻ പറയാം. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമ്മൾ വിട്ടുകൊടുക്കലാണ് അല്ലേ. ഒരു മനുഷ്യനെ നമ്മളിലേക്ക് എത്തിപ്പെടുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അവരിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നതാണ്. അങ്ങനെയാണ് ഓരോ മനുഷ്യനും അവിടെ ഒരു കൂടുതൽ ഇപ്പോൾ അസ്വസ്ഥമായി കിടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് എന്താണ് പ്രശ്നം കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞ് കൂടുതൽ അവരിലേക്ക് പിന്നെ എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞ് അവരെ സമ്മർദ്ദപ്പെടുത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ നമ്മളോട് പറയണമെന്ന് തോന്നുമ്പോൾ ആ വ്യക്തി നമ്മളിലേക്ക് തന്നെ വരുമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ കണ്ടെത്തണം. കാരണം ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തത് നാഗയിൽ നിന്ന് തന്നെയാണ്. നാഗ പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ ജീവിതം നോക്കരുത്, നിങ്ങളുടെ ജീവിതത്തെ നോക്കി കാണുക. ഞാൻ ഇവിടെ പലതും പറഞ്ഞു വയ്ക്കുന്നു, അതിൽ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് വരുന്ന ഓരോ യാതനകൾ, സന്തോഷങ്ങൾ, അങ്ങനെയൊക്കെ. അപ്പം നീതു എന്നൊരു കുട്ടിയാണെന്ന് തോന്നുന്നു, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അപ്പം നാഗ ലൈവ് ചെയ്യാതെ ഇരുന്നപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര കൂടുതലായിട്ട് പിന്നെ എന്താ കാത്തിരുന്നു എന്നൊക്കെയുള്ള ഒരു വോയിസ് ആണെന്ന് നാഗയുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഞാനത് കൂടുതൽ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ എപ്പോഴും ഒരു വ്യക്തി, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ ആ കുട്ടിയെ ഒന്നും വിമർശിക്കുന്നതല്ല, ഞാൻ നാഗ പറയുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുന്ന ഒന്നാണ്. ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിപരമായ ജീവിതം അവർക്ക് സമാധാനമായിട്ട് ഇരിക്കണമെന്ന് തോന്നുമ്പോൾ അവർ സമാധാനമായിട്ട് വിടുക എന്നതാണ് നാഗയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ, അവർ പറയുമ്പോൾ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ. അതുകൊണ്ട് നാഗ എന്താണ് എന്നുള്ള ആരും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും
നാഗ എന്താണ് എന്നുള്ള വ്യക്തിത്വം ബോധം എനിക്കുണ്ട്. അവരുടെ മനസ്സിനെ അവരിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട നല്ല കാര്യമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത്രയാണ് പറയാൻ തോന്നിയത്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നു. ഇപ്പം മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അല്ലെ ഇരിക്കണം, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയെടുക്കുക എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മറ്റൊരു വ്യക്തിയിൽ അഡിക്റ്റ് ആകരുത്. എപ്പോഴും നമ്മളിലേക്കും വരണം, അവരിലേക്കും എത്തണം. സ്വയം ജീവിതം ജീവിക്കുകയും മറ്റൊരാൾക്ക് ഉപകാരപ്രദമാവുകയും വേണം. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നാഗ പറയുമ്പോൾ നാഗയിൽ നിന്ന് കണ്ടെടുത്ത കാര്യമാണ്. അതായിരിക്കാം നമ്മുടെ വിട്ടുകൊടുക്കുക അവരുടെ മനസ്സിനെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊന്നല്ല. അവർ വീഡിയോ ഇടുകയും ഇടാതിരിക്കുകയും ചെയ്യും. ഇതെനിക്ക് വ്യക്തതയുണ്ട്. അവർ വീഡിയോ ഇടുകയും ഇടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നാഗ ഒരു കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിലൊന്നും ഇടപെടാതിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞിടുമ്പോഴും കൂടുതൽ എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാത്തത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം നാഗയെ ഞാനും തമ്മിലുള്ള സൗഹൃദം എന്ന് ഞാൻ പറയുന്നു.